നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തേക്കാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത്. പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അതിനിടയിൽ അഭിഭാഷകനോട് സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 10 മിനിറ്റ് സമയം നൽകി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. എനിക്ക് കഴിക്കാനല്ലേ അറിയൂ, വാങ്ങാൻ അറിയില്ലല്ലോ. തൊരപ്പൻ കൊച്ചുണ്ണി. പരസ്യം പിൻവലിച്ച മിൽമ. ഷാഫി പറമ്പിൽ എംപിയോട് സാമ്യമുള്ള രൂപം കാരിക്കേച്ചറാക്കി പുറത്തിറക്കിയ പരസ്യം പിൻവലിച്ച മിൽമ. പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്ക് പൊട്ടിയ സംഭവം വിവാദമായിരിക്കെയാണ് മൂക്കിന് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളുടെ ചിത്രവുമായി മിൽമ പരസ്യം പുറത്തിറക്കിയത്. മിൽമ മലബാർ മേഖലാ യൂണിയനാണ് ഈ പരസ്യക്കാർഡ് പുറത്തിറക്കിയത്. എനിക്ക് കഴിക്കാനല്ലേ അറിയൂ, വാങ്ങാൻ അറിയില്ലല്ലോ. തൊരപ്പൻ കൊച്ചുണ്ണി എന്ന പരസ്യവാചകത്തോടെ എത്തിയ കാർഡ് ഷാഫിയെ പരിഹസിക്കുന്നതാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമുണ്ടായി. ഇതിന് പിന്നാലെ കോൺഗ്രസ് അനുഭാവികൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെയാണ് പരസ്യം മിൽമ പിൻവലിച്ചത്. ഹിജാബ് വിവാദം. കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന പെൺകുട്ടിയുടെ പിതാവ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂളിൽ തുടരാൻ മകൾക്ക് താല്പര്യമില്ലെന്നറിയിച്ച പെൺകുട്ടിയുടെ പിതാവ് സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടില്ലെന്നും സ്കൂൾ അധികൃതർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു. ഹിജാബ് ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാടിലായിരുന്നു മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചിരുന്നു. പിന്നീട് തീരുമാനത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. KSRTCക്ക് തിരിച്ചടി. അമിത അധികാര പ്രയോഗമെന്ന് ഹൈക്കോടതി. ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയതിൽ KSRTCക്ക് തിരിച്ചടി. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റമെന്ന് നിരീക്ഷിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ശിക്ഷാ നടപടിയുടെ സ്വഭാവത്തിൽ വരുന്നതാണ് ഡ്രൈവറുടെ സ്ഥലമാറ്റമെന്നും അമിത അധികാര പ്രയോഗമാണ് കോർപ്പറേഷന്റെ നടപടിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. തുടർന്ന് ജെയ്മോൻ ജോസഫിനെ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റിയ സ്ഥലം മാറ്റിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ വീണ്ടും BJP വേദിയിൽ. വി ഗോപാലകൃഷ്ണന് പ്രശംസ. തൃശൂരിൽ BJP പരിപാടിയിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ ആശംസകളുമായി എത്തിയത്. ആശയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ ചിന്തയിൽ വളരണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണനെന്നും ഔസേപ്പച്ചൻ പ്രശംസിച്ചു. BJPയുടെ യാത്രയ്ക്ക് സർവ്വമംഗളവും നേർന്നുകൊണ്ടാണ് ഔസേപ്പച്ചൻ സംസാരം അവസാനിപ്പിച്ചത്. ബസ് ഫീസ് അടച്ചില്ല. UKG വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് UKG വിദ്യാർത്ഥിനിയുടെ പഠനം മുടക്കി പ്രധാനാധ്യാപിക. മലപ്പുറം ചേലമ്പ്ര ALP സ്കൂളിലെ UKG വിദ്യാർത്ഥിയോടാണ് പ്രധാനാധ്യാപികയുടെ ക്രൂരത. സ്കൂൾ വാഹനത്തിൽ കയറാൻ ഒരുങ്ങിയ 5 വയസ്സുകാരനെ ബസ്സിൽ കയറ്റരുതെന്ന് പ്രധാനാധ്യാപിക ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിയെ ബസ്സിൽ കയറ്റാതെ വഴിയിൽ വിട്ട് ബസ് പോവുകയായിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പോലീസിലും കുടുംബം പരാതി നൽകി. കത്തെഴുതി വെച്ച് രാത്രിയിൽ വീട് വിട്ടിറങ്ങി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തി. ആലുവയിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14-കാരനെ കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ചെങ്ങമനാട് ദേശം സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഇന്നലെ രാത്രി മുതലാണ് കാണാതായത്. കുട്ടിയെ അച്ഛനോടൊപ്പം വീട്ടിലേക്ക് അയച്ചു. ഇന്നലെ രാത്രി കത്തെഴുതി വെച്ച് വീട് വിടുകയായിരുന്നു വിദ്യാർത്ഥി. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയത്. വിനോദയാത്രയ്ക്കിടെ മലയാളി യുവ ഡോക്ടർ തായ്ലൻഡിൽ മുങ്ങി മരിച്ചു. കുടുംബത്തോടൊപ്പമുള്ള വിനോദയാത്രയ്ക്കിടയിൽ മലയാളി ഡോക്ടർ തായ്ലൻഡിൽ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി റെയിൽവേ ഡിവിഷൻ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ രാഹുലനാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ചാലക്കുടി പോട്ട തച്ചുണപ്പറമ്പ് മുണ്ടക്കത്ത് പറമ്പിൽ സദാനന്ദന്റെ മകനാണ്. ഭാര്യയായ ഡോക്ടർ ബേബി മിനുവിനൊപ്പം ഈ മാസം 12-നാണ് ഡോക്ടർ രാഹുലൻ തായ്ലൻഡിലെത്തിയത്. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കടലിലെ ആഴമില്ലാത്ത ഭാഗത്ത് നീന്തുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. മുങ്ങിത്താഴ്ന്ന രാഹുലിനെ രക്ഷിച്ച് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. രാത്രി 8 മണിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. മരുതുമലയിൽ നിന്ന് 2 പെൺകുട്ടികൾ താഴേക്ക് വീണു. ഒരാൾ മരിച്ചു, ഒരാൾ ആശുപത്രിയിൽ. കൊല്ലം മുട്ടറ മരുതുമലയിൽ നിന്ന് 2 പെൺകുട്ടികൾ താഴേക്ക് വീണു. അടൂർ സ്വദേശികളായ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വീണത്. അടൂർ പെരിങ്ങനാട് സ്വദേശി മീനു മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ശിവർണയെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 6:30-നായിരുന്നു സംഭവം.
മട്ടന്നൂർ പോളിയിൽ കെ ശൈലജയ്ക്കെതിരെ KSU ബാനർ. പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ ശൈലജ MLAക്കെതിരെ KSUവിന്റെ ബാനർ. മട്ടന്നൂർ പോളിടെക്നിക്കാണ് സംഭവം. തെരഞ്ഞെടുപ്പിൽ UDSF ആയിരുന്നു വിജയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഹേ ശൈലജെ നിങ്ങൾക്കെതിരെ ഈ വിധി എന്നെഴുതിയ ബാനർ KSU പ്രവർത്തകർ ഉയർത്തിയത്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെതിരെ MSF പ്രവർത്തകരും ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. മലപ്പുറം MSM പോളിടെക്നിക്കിലായിരുന്നു സംഭവം. സഞ്ജീവ നിന്റെ കൊണയടി അങ്ങ് തീർത്തിട്ടുണ്ട് എന്നെഴുതിയ ബാനറാണ് MSF പ്രവർത്തകർ ഉയർത്തിയത്. ബാനർ അരാഷ്ട്രീയവും അപക്വവുമെന്ന് SFI പ്രതികരിച്ചു.